യെസ് ഗൈസ്, വാർ ഈസ് അറ്റ് ദ മിഡിൽ സ്റ്റേജ്, അല്ലെങ്കിൽ ഇറ്റ്സ് അറ്റ് ദ വെരി ക്രൂഷ്യൽ സ്റ്റേജ്. എങ്ങോട്ട് വേണമെങ്കിലും വാർ മറിയാം. അതായത് ഇറാൻ വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഷിപ്പും ഞങ്ങൾ കടത്തിവിടും. ബട്ട് വൺ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? പേയ്മെൻറ്റ് ഡോളറിൽ പാടില്ല. ആരാണോ ഓയിൽ എടുക്കുന്നത് അവർ ചൈനീസ് റുപ്പീസ്, അതായത് യുവാനിൽ ട്രാൻസാക്ഷൻ നടത്തിയ ടീമുകളെ മാത്രം ഞങ്ങളിതിലൂടെ കടത്തിവിടും. ഫസ്റ്റ് വെരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം തിങ്. ദിസ് വാർ ഈസ് നോട്ട് ദ ഇസ്രായേൽ വാർ, നോട്ട് ദ അമേരിക്കൻ വാർ. ഇറ്റ് ഈസ് ദ ഡോളർ, ദ ജ്യൂസ് ഡോളർ വാർ. സെയിം തിങ്. അതായത് ഡോളറിനെ ചവിട്ടി അരച്ചുകൊണ്ട് ആണ് ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ തോൽവിയില്ല. അവരെ നശിപ്പിക്കുന്നതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അതായത് പറഞ്ഞിരിക്കുന്നത് ഡോളർ ഞങ്ങൾ അംഗീകരിക്കില്ല. ദ തിങ് ഈസ് വെരി ക്ലിയർ. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് വെരി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. കാരണം അമേരിക്കയ്ക്ക് ഇതിൻ്റെ അപ്പുറം അവരെ ഹീഗോ ഹേർട്ട് ചെയ്യാൻ ഇനി ബാക്കിയില്ല. ബിക്കോസ് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് ഞങ്ങൾ ചൈനയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇറാനിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും റഷ്യയും ചൈനയും നോർത്ത് കൊറിയയൊക്കെ നൽകുന്നുണ്ട്. അത് നമ്മൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ചെയ്യുന്നത് ബാക്ക് ഡോറിലൂടെ മാത്രമേ ഉള്ളൂ. മിസൈലിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും കൊടുക്കുന്നത് നോർത്ത് കൊറിയയാണ്. ഇൻ്റലിജൻസ് റിഗാർഡിംഗ് ആയിട്ടുള്ള എല്ലാ ഹെൽപ്പും കൊടുക്കുന്നത് റഷ്യയാണ്. റോ മെറ്റീരിയൽസ് അതുപോലുള്ള നേവി ഷിപ്പ് റിലേറ്റഡ് എല്ലാ ഹെൽപ്പും കൊടുക്കുന്നത് ചൈനയാണ്. സോ ഇവർ 3 രാജ്യങ്ങളും കട്ടക്ക് ഇറാൻ്റെ കൂടെ ഉണ്ട്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു ഷിപ്പും കടത്തിവിടില്ല. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു അറ്റാക്ക് എവിടെയെങ്കിലും നടത്തും. ഒന്നിക്കൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ. എന്നിട്ട് പറയും ഇത് ഇറാൻ ചെയ്തതാണ്, സോ വി ആർ ഗോയിങ് ടു ഗിവ് ദ ബിഗ്ഗസ്റ്റ് ബോംബ്, ദ ന്യൂക്ലിയർ ഓർ ദ ആറ്റം ടു ഇറാൻ. ഉറപ്പാണ്. കാരണം ഡോളറിനെ നശിപ്പിക്കാൻ ആരൊരുമ്പെട്ടോ അവരെയൊക്കെ അമേരിക്കയും ഇസ്രായേലും കൂടി തൂത്തെറിഞ്ഞ് നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേജിലേക്കാണ് ഇനി വാറിൻ്റെ പോക്ക്. കാരണം ഇറാൻ എന്തൊക്കെ പ്രിക്വേഷൻ എടുക്കുമെന്ന് നമുക്കറിയില്ല. കൂടെ ഇവരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും അമേരിക്ക ഇനി ചെയ്യാൻ പോകുന്നത്, അവർക്ക് നിക്കക്കളിയില്ല. അവരാകെ അപമാനിതരായിരിക്കുകയാണ്. യുദ്ധം ഏകദേശം തോറ്റ മട്ടാണ്. പ്ലസ് അവരോടിപ്പം പറഞ്ഞിരിക്കുകയാണ്, ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹോർമൂസ്. ഞങ്ങൾ ഒരു